AI വികസിപ്പിച്ചെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ChatGPT. മനുഷ്യരെ പോലെയുള്ള സംഭാഷണങ്ങൾ നടത്താനും ടെക്സ്റ്റ് സൃഷ്ടിക്കാനും കോഡ് എഴുതാനും വിശകലനം നടത്താനും ഇതിന് കഴിയും. എന്തിനും ഏതിനും ഉത്തരം നൽകുന്നത് കൊണ്ട് തന്നെ ChatGPTയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്തു വരുന്ന കാര്യമാണ്. വന്ന് എനിക്ക് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ മിണ്ടാനും പറയാനും ChatGPT അല്ലാതെ മറ്റാരുമില്ല എന്ന അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് ചിലരുടെ കാര്യങ്ങൾ. 2022 ChatGPT ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ പല ഗുണപ്രദമായ ഉപയോഗങ്ങൾക്കും ഇത് നമ്മൾ ഉപയോഗിച്ചു വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത് ആഗോള പ്രശസ്തി നേടുകയും ചെയ്തു. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ആളുകൾ കൂടുതൽ തവണ AI ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചാറ്റ് ബോട്ടുകൾ ഉപയോഗപ്രദവും സൗഹാർദ്ദപരവുമാണെങ്കിലും ഒരിക്കലും ആരോഗ്യം പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ അറിയാൻ ഇവ ഉപയോഗിക്കരുത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിവുണ്ടായിട്ടും ചില ചോദ്യങ്ങളൊന്നും ChatGPTയോടും AI ചാറ്റ് ബോട്ടുകളോടും ചോദിക്കുകയും പറയുകയും ചെയ്യരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിന് ചില പരിമിതികളുണ്ട്. നിങ്ങളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം തുടങ്ങിയ സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും AI ചാറ്റ് ബോട്ടുകളുമായി പങ്കിടരുത്. നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനും ഈ വിവരങ്ങൾ ഉപയോഗിച്ചേക്കാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ എന്നിവ പോലെയുള്ള സാമ്പത്തിക വിവരങ്ങൾ പങ്കിടരുത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ പണമോ ഐഡന്റിറ്റിയോ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പാസ്വേഡുകളാണ്. AI ചാറ്റ് ബോട്ടുകളുമായി ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡുകൾ പങ്കിടരുത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാനും നിങ്ങളുടെ ഡേറ്റ മോഷ്ടിക്കാനും ഉപയോഗിക്കാം. AI ചാറ്റ് ബോട്ടുകൾക്ക് നിങ്ങൾ പറയുന്നത് എന്തും മറ്റുള്ളവരുമായി പങ്കിടാൻ കഴിയുമെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ലോകം അറിയരുതെന്ന് നിങ്ങൾ കരുതുന്ന ഒന്നും ചാറ്റ് ബോട്ടിനോട് ചോദിക്കരുത്. നാനാവിധ സംശയങ്ങളുമായി ഒരു ദിവസം ChatGPTയിൽ നടക്കുന്നത് 1 ബില്യൺ സെർച്ചുകളാണ്. ഗൂഗിൾ നേടിയതിനേക്കാൾ 5.5 മടങ്ങ് വേഗത്തിലാണ് പുരോഗതി. എന്നാൽ ChatGPTയിൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്ന നിരവധി കാര്യങ്ങളുമുണ്ട്. യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങൾ നിർദ്ദേശിക്കാനും വിശദമായ യാത്രാ പദ്ധതികൾ തയ്യാറാക്കാനും AI ചാറ്റ് ബോട്ടിനോട് ആവശ്യപ്പെടാം. കൂടാതെ ഒരു വെർച്വൽ ട്യൂട്ടറായി പ്രവർത്തിക്കാനും വിശദീകരണങ്ങൾ നൽകാനും പരിശീലന ചോദ്യങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഫീഡ്ബാക്ക് നൽകാനും കഴിയുന്നതിനാൽ ഇത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കും. ChatGPTയുടെ ഇമേജ് നിർമ്മാണ കഴിവുകൾ ഇനി വാട്സപ്പിലും ലഭ്യമാകും. ChatGPTയുടെ വെബ് വെർഷനിലും ആപ്പിലും മാത്രമേ ചിത്രങ്ങൾ നിർമ്മിക്കുവാനുള്ള സൗകര്യം ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. വാട്സപ്പിൽ ChatGPT സേവനം ലഭ്യമായ രാജ്യങ്ങളിലെല്ലാം ഈ ഫീച്ചർ ഉപയോഗിക്കാനാകും. വാട്സപ്പ് ചാറ്റുകൾക്ക് ആവശ്യമായ ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കാൻ ഈ സംവിധാനം സഹായിക്കും. ഈ പുതിയ ഫീച്ചർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ചിത്രങ്ങൾ നിർമ്മിക്കാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. സൗജന്യമായി ഇത് ഉപയോഗിക്കാം. എന്നാൽ ഒരു ദിവസം ഒരു ചിത്രം മാത്രമേ ഉപയോഗിക്കാനാവൂ. ഒരു ചിത്രം നിർമ്മിച്ചതിന് ശേഷം 24 മണിക്കൂർ ശേഷം മാത്രമേ അടുത്ത ചിത്രം നിർമ്മിക്കാനാവൂ. മാത്രവുമല്ല, ചിത്രങ്ങൾ നിർമ്മിച്ചു വരാൻ ഏകദേശം 2 മിനിറ്റെങ്കിലും എടുക്കുന്നുണ്ട്. അതേസമയം ChatGPTയുടെ മാതൃ കമ്പനിയായ OpenAI ഗൂഗിൾ ക്ലൗഡുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. 2025 മെയ് മാസത്തിൽ ഇത് സംബന്ധിച്ച് ഇരു കമ്പനികളും കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഗിബ്ലി സ്റ്റൈൽ ഇമേജ് ജനറേഷൻ പോലുള്ള ഗ്രാഫിക്സ് ഹെവി ഫീച്ചറുകൾ ആരംഭിച്ചതിനു ശേഷം OpenAIയുടെ ജനപ്രീതി കുതിച്ചുയർന്നത് സെർവറുകൾ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി. ഇതോടെയാണ് ഗൂഗിൾ ക്ലൗഡുമായി സഹകരിക്കാൻ OpenAI തയ്യാറായത്. അതോടൊപ്പം തന്നെ കൂടുതൽ നിയന്ത്രണം നേടുന്നതിനായി OpenAI സ്വന്തമായി AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ഈ കസ്റ്റം ചിപ്പുകൾ 2026 പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ചെലവ് വളരെ കൂടുതലാണ് ഇതിന്. ഒരു ചിപ്പ് വേരിയന്റിന് $500 മില്യൺ കൂടുതലാകുമെന്നാണ് കണക്കാക്കുന്നത്.